അറഫ മൈതാനം അഹദിൻ തിരുസ്ഥാനം ലബ്ബൈക അല്ലാഹുമ്മ വഴി ലക്ഷങ്ങൾ തരുമുമ്മ നാഥാ നിന്നിൽ കൈനീട്ടുകയായി നിന്റെ നാദം കേട്ടോ. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഹാജിമാരെല്ലാം ഹജ്ജ് പൂർത്തിയാക്കി മദീന, ഹബീബായ നബിയുടെ മദീന കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഈ രംഗൊന്ന് കാണുമ്പോൾ മദീന പള്ളിയിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഹബീബായ നബിയോട് സലാം പറയാൻ പോയിട്ടുള്ളത്. ചില ആളുകളൊക്കെ നേരത്തെ പോയി, അതുകൊണ്ട് അവരൊക്കെ ഹജ്ജ് കഴിഞ്ഞാൽ നാളെ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തും. ഈ സമയത്ത് അവിടുത്തെ ഈ മക്കയിലും മദീനയിലൊക്കെ ശക്തമായ ചൂട് തന്നെയാണ്. അതിലിപ്പോൾ ഈ മക്കയിൽ ഹജ്ജിന് പോയിട്ട് മരണപ്പെട്ടത് ഏകദേശം ചൂടിൽ 1000-ഓളം ആളുകൾ മരണപ്പെട്ട ഒരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു. എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചത് ഈ ഒരു മരണത്തിന് വന്ന വാർത്തക്കടിയിലൊക്കെ ഒരു വിഭാഗം ആളുകളുടെ ആഘോഷങ്ങൾ കണ്ടപ്പോഴാണ്. എന്തിനിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കനത്ത ചൂടിൽ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് മരണപ്പെട്ടിരുന്നു. അവരെ മനുഷ്യരായിട്ട് കാണുന്നതിന് പകരം ജാതിയും മതവും നോക്കിയിട്ട് കർമ്മ ന്യൂസ്, ജനം TV ഇതിലൊക്കെ വന്ന വിദ്വേഷ കമൻറ്റുകൾ കണ്ടപ്പോൾ ഇവരൊക്കെ മലയാളികളാണോ എന്ന് ആലോചിച്ച് ലജ്ജിച്ചു പോവാൻ. വർഗീയത മൂത്താൽ മനുഷ്യൻ ഇത്രയധികം മൃഗത്തേക്കാൾ അധപ്പതിക്കുമോ? ഞാൻ ന്യൂസ് 8-ൽ കണ്ട ചില കമൻറ്റുകൾ, അതേപോലെ മാതൃഭൂമി ചാനലിൽ, മറുനാടൻ മലയാളിയിൽ, ജനം TV-ൽ എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. ഇതിലൊക്കെ ഈ ഹജ്ജിന് വരുന്ന ആളുകൾ മരണപ്പെട്ടതിന് കാണുന്ന ഈ സന്തോഷം ഉണ്ടല്ലോ, ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഷോക്ക്. ഇത് സംബന്ധമായിട്ട് ന്യൂസ് 8-ൽ വന്നൊരു വാർത്തക്ക് 66 ആളുകളാണ് ഇതിന് ചിരിച്ചത്. ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിനിടയിൽ മരണപ്പെട്ടപ്പോൾ ചിരിച്ച് കമൻറ്റിട്ട ആളുകൾ 66 പേര്. ഞെട്ടിപ്പോയി. എങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെ കഴിയുന്നത്? രോഗിയായ മകളെ മല കയറ്റി കൊന്നതും നമ്മൾ വായിച്ചറിഞ്ഞു. ഇങ്ങനെ പല രീതിയിൽ മുസ്ലിം വിരോധമുള്ള കമൻറ്റുകളാണ് ഈ ഒരു ഇതിലുണ്ടായി. അതിലൊരു വിനോദ് എന്ന് പറയുന്ന ഒരു പാമ്പാടിയിൽ ഒരാൾ കൃത്യമായിട്ടുള്ള മറുപടി ഈ സംഘികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ എല്ലാ ബാധ്യതകളും തീർത്ത ശേഷമാണ് ഇത്തരം ആളുകൾ ഹജ്ജിന് പോകുന്നത്. അവിടുന്ന് മരിക്കുന്നത് പോലും പുണ്യമാണ്. അതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നാണ് ആ ഒരു വിനോദ് എന്ന പേരിൽ ഒരാൾ കമന്റ് ഇട്ടിട്ടുള്ളത്. മറ്റൊരാളുടെ കമന്റാണ്, കല്ലേറ് കൊണ്ട് സാത്താൻ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകും. ഏതായാലും ഇവരൊക്കെ മലയാളികളായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് കാണുമ്പോഴാണ് രക്ഷകനെ കാണാൻ പോയതാ അല്ലയോടാ പരിഹാസങ്ങളും മറ്റുമാണ് ഈ കമന്റിലൊക്കെ പ്രധാനമായിട്ട് കാണുന്നത്. ഇനി മറുനാടൻ മലയാളിയുടെ ഈ വാർത്തയിലൊക്കെ മാഷാ അല്ലാ 72 ഹൂറികളെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ അധിക്ഷേപകരമായിട്ട്, അതായത് ചുരുക്കത്തിൽ ഈ ഒരു വാർത്ത എല്ലാ ചാനലുകളിലും ഈ വാർത്ത വന്നിരുന്നു. ആ വാർത്തയിൽ മുഴുവനും വളരെയധികം മോശം അധിക്ഷേപകരമായ രീതിയിൽ കൊടുക്കുന്നത്. ഒരു മതത്തിന്റെ വിശ്വാസങ്ങളെ ഇത്രയധികം അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഒരു വിഭാഗമുണ്ടോ? നമ്മളൊന്ന് സ്വയം ആലോചിക്കുക. നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ ഇത്തരക്കാരുണ്ടോ എന്നുള്ളത് നമുക്ക് വല്ലാത്ത ഒരു സങ്കടം തോന്നുകയാണ്. പിന്നെ മറ്റൊരു വിഷയം എന്താ പറയണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ നാട്ടിലും ചൂടിന് ആൾക്കാർ മരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു അസ്വസ്ഥത ഈ ഒരു മരണത്തിനുണ്ടെങ്കിൽ അതിന്റെ പേരാണ് നല്ല വർഗീയത എന്ന് പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഏറ്റവും അധികം വലിയ വർഗീയവാദികൾ മലയാളികളാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ജാതിയും മതവും നോക്കി തരംതിരിക്കുകയും ചിരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട വർഗം നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഓരോ മലയാളിക്കും ലജ്ജിച്ച് തലതാഴ്ത്താൻ. ഒരു കാര്യം അറിയാം, 18.5 ലക്ഷം ആളുകൾ പോയെടുത്താണ് ഈ വെറും ഈ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത്. അത് തന്നെ ഏറ്റവും കുറവല്ലേ? ഇന്ത്യക്കാരിൽ ആകെ മരണപ്പെടുന്ന 60 പേരാണ്. അപ്പോൾ മുൻ വർഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മരണസംഖ്യ വളരെ കുറവാണ്. ഇത്രയും ലക്ഷങ്ങൾ 2-3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുന്നിടത്ത് മരണസംഖ്യ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ മരിക്കുന്നതിനേക്കാൾ എണ്ണം കുറവാണ്. എല്ലാ സൗകര്യങ്ങളും സൗദി അറേബ്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ സാധാരണ ഹറമിൽ നിസ്കരിക്കുമ്പോൾ തന്നെ പല ആളുകളും മരണപ്പെടുന്ന സന്ദർഭം ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിസ്കരിക്കാൻ പൊതുവെ വരാറ്. അപ്പോൾ ഇതൊക്കെ ഒരു ആഘോഷമായിട്ട് കാണുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് നമ്മളൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് കാണുമ്പോൾ, മലയാളികളാണല്ലോ എന്ന് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഏതായാലും അള്ളാഹു മരണപ്പെട്ടവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും വിശ്വാസികൾ മുഴുവനും മദീനയിലാണുള്ളത്. ഈ മദീനയുടെ ചരിത്രം നമ്മളൊന്ന് അറിയണം. ഈ ഒരു മദീന നമ്മുടെ ഉള്ളിലേക്ക് തോന്നുന്നൊരു വികാരമാണ്. ഇപ്പോൾ ഈ പള്ളി ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ വലിയൊരു പള്ളിയാണ്. ഈ പള്ളി തുടക്കകാലത്ത് ഈന്തപ്പനത്തടിയുടെ തൂണുകളും അതേപോലെ ചുമരുകളും ഇഷ്ടികയുടെ ചുമരുകളും ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നു. അടിയിൽ വിരിക്കാൻ പായയോ വിരിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം മഴ പെയ്താൽ നിലത്ത് വെള്ളവും ചളിയും കെട്ടി നിന്നിരുന്നൊരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് ഇന്ന് ഇതുപോലെയുള്ള മനോഹരമായ കൊട്ടാരം പോലെയുള്ളൊരു പള്ളി, മദീന കൊട്ടാരം, മദീനയിലെ ഹബീബായ രാജകുമാരൻ്റെ കൊട്ടാരമായിട്ട് ഈ പള്ളി മാറിയത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച ഈ പള്ളിക്കന്ന് മിനാരങ്ങളോ മെഹ്റാബോ ഒന്നും ഉണ്ടായിട്ടിരുന്നില്ല. ഒരു ഈന്തപ്പന കുറ്റിയിൽ കയറി നിന്നുകൊണ്ടായിരുന്നു അന്ന് ഖുത്ബ നിർവഹിച്ചിരുന്നത്. അങ്ങനെ ഹിജറ 8-ാം വർഷത്തിലാണ് 3 പടികളുള്ള ഒരു മിമ്പർ പോലും സ്ഥാപിച്ചത്. ഈ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ഹബീബായ നബിയുടെ ഭാര്യമാരുടെ ഒറ്റമുറി വീടുകൾ ഉണ്ടായിരുന്നു. അവിടെ സൗദാ ബീവിയുടെയും ആയിഷ ബീവിയുടെയും ആയിരുന്നു അവരുടെ വീട് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ആയിഷ തൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു വാതിലുണ്ടാക്കി. അവരുടെ വീടിന് പിന്നിലാണ് മകൾ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും വീട് നിർമ്മിച്ചത്. അതിനോട് ചേർന്ന് പള്ളിയുടെ ചെരുവിലായിരുന്നു അഹ്ലുസ്സഫ എന്നതിൽ പ്രസിദ്ധരായ അഭയാർത്ഥികൾ താമസിച്ചിരുന്നത്. അങ്ങനെ ഹിജറ ഒരു 17-ാം വർഷം 2ാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുന്ന ഒരു കാലത്താണ് ഈ മസ്ജിദുൻ നബവി ഒന്ന് പുനർനിർമ്മിക്കുന്നത്. ഈ ചരൽ പാകിയ പള്ളിയിൽ ആദ്യമായിട്ട് പായ വിരിച്ചതും ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് 3-ാം ഖലീഫ ഉസ്മാൻ ഖാൻ്റെ കാലത്ത്, അതായത് ഹിജറ 29-ൽ ഈ പള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് പണിഞ്ഞു. പള്ളി ഒന്ന് വലുതാക്കി. തെക്ക് പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം പള്ളി വിപുലീകരിച്ചു. ആദ്യമായിട്ട് മെഹ്റാബ് സ്ഥാപിച്ചതും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ 4 ഖലീഫമാർക്ക് ശേഷം ഉമവി ഭരണകാലം എത്തിയപ്പോൾ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ നിർദ്ദേശപ്രകാരം മദീനയിലെ അന്നത്തെ ഗവർണറായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന മഹാനവർകളാണ് പിന്നീട് ഈ പള്ളി വികസിപ്പിക്കുന്നത്. അന്ന് ഹിജറ 88-ാം വർഷമാണ്. ഈ പള്ളിയുടെ 4 ഭാഗത്തും ആദ്യമായിട്ട് മിനാരങ്ങൾ പണിതതും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. കിഴക്ക് ഭാഗത്തു കൂടി പള്ളി നീട്ടിപ്പണിതു അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അങ്ങനെയാണ് അതുവരെ പള്ളിയുടെ പുറത്തായിരുന്ന ഹബീബായ നബിയുടെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഖബറുകൾ ഈ പള്ളിക്കുള്ളിലായത്. അബ്ബാസി ഭരണം വന്നപ്പോൾ ഈ മറ്റേ ഉമവികളുടെ ഭരണകാലം കഴിഞ്ഞ അബ്ബാസികളുടെ ഭരണത്തിൽ മഹദിയുടെ കാലത്ത് മാത്രമാണ് ഈ പള്ളിയുടെ പുനർനിർമ്മാണം നടന്നിട്ടുള്ളൂ. അങ്ങനെ ഈജിപ്തിൽ പിന്നെ അടിമവംശം നാട് ഭരിക്കുന്ന കാലത്താണ്, അതായത് ഹിജ്റ 654 റമദാൻ 1 ഈ പള്ളിയിൽ ഹബീബായ നബിയുടെ ഈ പള്ളിയിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. പള്ളി മുഴുവനും കത്തിച്ചാമ്പലായി. വിവരമറിഞ്ഞ സുൽത്താൻ നാസിർ മഹ്മൂദ് ഖവാലൂൻ ഈജിപ്തിൽ നിന്ന് ജോലിക്കാരെയും നിർമ്മാണ സാമഗ്രികൾ അയച്ചിട്ട് ഈ പള്ളി അങ്ങോട്ട് പുതുക്കി പണിതു. ആദ്യമായിട്ട് ഹബീബായ നബിയുടെ ഖബറിന് മുകളിൽ ഖുബ്ബ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അന്ന് വർഷം ഹിജ്റ 678. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കാം. ഈ പള്ളി ഇന്നീ കാണുന്ന സൗകര്യങ്ങളൊന്നും മുമ്പുണ്ടായിരുന്നതൊക്കെ പിന്നീട് വന്നതാണ്. ഹിജ്റ 886 മറ്റൊരു തീപിടുത്തം ഉണ്ടായി. സുൽത്താൻ ഖായ്തുബിയുടെ കാലത്തായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം വീണ്ടും പള്ളി പുനർനിർമ്മിച്ചു. ഹബീബായ നബിയുടെ ഖബറിന് മുകളിലുള്ള ഹുബ്ബക്ക് പുറമെ മറ്റു പല ഭാഗത്തും ഹുബ്ബകൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അങ്ങനെ തുർക്കിയിലെ ഉസ്മാനിയ ഖലീഫമാരുടെ നാട് ഭരിക്കുന്ന ഒരു കാലത്താണ് പള്ളിയിൽ ഏറെ പ്രവർത്തനങ്ങൾ നടത്തിയത്. സുൽത്താൻ സുലൈമാൻ അൽ ഖാനൂനി, സുൽത്താൻ മഹ്മൂദ് നസാനി, സുൽത്താൻ അബ്ദുൽ മജീദ് അൽ അവൽ എന്നിവരുടെ ഭരണകാലത്താണ് ഈ വികസനങ്ങളൊക്കെ നടന്നത്. ഹബീബായ നബിയുടെ ഖബറിന് മുകളിൽ ഹുബ്ബക്ക് ആദ്യമായിട്ട് പച്ച വർണ്ണം കൊടുത്തത് സുൽത്താൻ മഹ്മൂദ് സാനിയുടെ കാലത്താണ്. സുൽത്താൻ അബ്ദുൽ മജീദ് 12 വർഷം നീണ്ടുനിന്ന അതിവിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അന്ന് നടത്തിയത്. പിന്നെ ഒരു ക്രിസ്തു വർഷം 1926 സൗദി ഭരണകൂടത്തിൻ്റെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവാണ് പിന്നെ മക്കയും മദീനയും അടങ്ങുന്ന ഹിജാസിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്. മസ്ജിദുൽ ഹറമിൻ്റെയും മസ്ജിദ് നബവിയുടെയും കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയായിരുന്നു ആ ഭരണകൂടത്തിന്. അങ്ങനെ 929 അദ്ദേഹം ആരംഭിച്ച മസ്ജിദ് നബിയുടെ വിപുലീകരണം മകൻ സയ്യിദ് രാജാവിൻ്റെ ഭരണകാലത്ത് 953 പൂർത്തിയായത്. നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഹബീബായ നബിയുടെ മസ്ജിദ് നബവിയുടെ ആ ഒരു ചാരത്ത് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണേ. ഇന്ന് മസ്ജിദ് നബവിക്ക് മുൻപ് 4 മിനാരങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം 10 ആണ്. 72 മീറ്ററാണ് ഓരോന്നിൻ്റെയും ഉയരം. ഈ പുതുതായിട്ട് പണിത ഭാഗത്ത് വായുസഞ്ചാരത്തിന് വേണ്ടി 27 സ്ഥലങ്ങളിൽ ഹോളുകളുണ്ട്. അതിനു മുകളിൽ കമ്പ്യൂട്ടർ വഴി തുറക്കാനും അടക്കാനും കഴിയുന്ന ഹുബ്ബകളും സ്ഥാപിച്ചിട്ടുണ്ട്. 80 ടൺ ഭാരമുള്ള ഓരോ ഹുബ്ബയും വിലപിടിച്ച കല്ലുകൾ പതിച്ച് ഉൾഭാഗം മിനുസപ്പെടുത്തിയ മരം കൊണ്ടും സെറാമിക് കൊണ്ടും നിർമ്മിക്കപ്പെട്ടതാണ്. മസ്ജിദ് നബവിക്ക് ഇപ്പോൾ എത്ര വാതിലുണ്ടെന്ന് നിങ്ങൾക്ക്? 81 വാതിലാണത്രേ. സ്ത്രീകളുടെ പ്രവേശനത്തിന് പള്ളിയുടെ പിൻഭാഗത്ത് പ്രത്യേകം വാതിലുകളുണ്ട്. പള്ളിക്കുള്ളിൽ ഇടത്തും വലത്തുമുള്ള സ്ത്രീകളുടെ ഭാഗങ്ങൾ വാതിലുകളുള്ള മരത്തടികളാൽ കമനീയമായി വേർതിരിച്ചിട്ടുമുണ്ട്. മസ്ജിദുൻ നബവിയുടെ ടെറസിൽ നിസ്കാരത്തിന് വലിയ സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും വീഡിയോ ക്യാമറകളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ സ്വയം കറങ്ങുന്ന ക്യാമറകൾ കാണാം. മുകളിലേക്ക് കയറുവാനും ഇറങ്ങുവാനും എലവേറ്ററുകളും ഒക്കെ ഉണ്ട്. ടെറസിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതെല്ലാം അവിടെ പോയിട്ടുള്ള നേരിട്ട് അനുഭവമുള്ള ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ മസ്ജിദുൻ നബവി സന്ദർശിക്കുന്നവരുടെ സൗകര്യാർത്ഥം ആയിരക്കണക്കിന് ടോയ്ലറ്റുകളും ഉതുവെടുക്കാൻ ടാപ്പുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ കൊട്ടാരമാണ്. ഈ പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള ഈ സൗകര്യങ്ങളെല്ലാം അണ്ടർഗ്രൗണ്ടിലാണെന്നുള്ളതാണ്. അണ്ടർഗ്രൗണ്ടിൽ വിവിധ തട്ടുകളുണ്ട്. 1ാമത്തെ തട്ടിലേക്ക് പടികളോടെ നടന്നിറങ്ങണം. അടിയിലെ തട്ടിലേക്ക് ഇറങ്ങാനും കയറാനൊക്കെ ഓട്ടോമാറ്റിക് എലവേറ്ററുകളുണ്ട്. ഈ പള്ളിയുടെ വിപുലീകരണത്തിന് ശേഷം ഈ മദീന, അതായത് ഹബീബായ നബിയുടെ കാലത്ത് മദീന പട്ടണം എത്ര ഉണ്ടായിരുന്നോ അത്ര വലുപ്പമുണ്ട് ഇന്നത്തെ
മസ്ജിദുൻ നബവി മാത്രം. അപ്പോൾ അതിൻ്റെ വികസനം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹബീബായ നബി പറഞ്ഞത് ഇനി യമൻ്റെ അതേ തലസ്ഥാനത്തിലെ സൻആ വരെ ഈ പള്ളി വിപുലീകരിക്കും ഖിയാമത്ത് നാൾ വരെ. അതിന് ശേഷമേ ഖിയാമത്ത് നാൾ ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സങ്കല്പത്തിലപ്പുറത്തേക്കുള്ള ഈ പള്ളി വലുതാവും. 2012 സെപ്റ്റംബറിൽ വീണ്ടും ഈ പള്ളിയുടെ വികസനത്തിനൊരു മറ്റേ പരിപാടികൾ തുടങ്ങി. അങ്ങനെ പള്ളിയുടെ മൊത്തം വിസ്തൃതി 11 ലക്ഷം ചതുരശ്ര മീറ്ററായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴത് 16 ലക്ഷം വിശ്വാസികൾക്ക് ഇപ്പോൾ മദീന ഹറമിൽ ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അത് 7 ലക്ഷമായിരുന്നു, ഇപ്പോൾ അത് 16 ലക്ഷം പേർക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഈ പള്ളിയിൽ നിസ്കരിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതൊരു വലിയ ഭാഗ്യമാണല്ലോ. 16 ലക്ഷം പേർക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യം. അതിനേക്കാളും എണ്ണം കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ ഡാറ്റ വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി അതല്ല ഇതിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് അത് വിവരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മസ്ജിദുൻ നബവി കാണാനും ഹബീബായ നബിയുടെ ചാരത്ത് പോയിട്ട് സലാം പറയാനും ആ റൗള ഷരീഫിൽ ചെന്നിരിക്കാനൊക്കെ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ആ ഭാഗ്യം കിട്ടിയ ആളുകളൊക്കെ ഒന്ന് ഹബീബായ നബിയോട് അസ്സലാമു അലൈക യാ അയ്യുഹൻ നബിയു സലാം പറയാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷമൊന്ന് പങ്കുവെക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.